ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ രാവിലെ തന്നെ അരി ഇടാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചു. അപ്പം വെള്ളം ചൂടായി വന്നപ്പോഴേക്കും അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. ചെറിയ ചൂടായപ്പോഴേക്കും ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും അറിയത്തില്ല, തിളച്ചതിന് ശേഷമാണോ അരി ഇടേണ്ടത്, അതെയോ ചെറുതായി ചൂടായി തുടങ്ങുമ്പോൾ തന്നെ അരി ഇട്ട് കൊടുക്കണോ എന്നുള്ളത് എനിക്കിപ്പോഴും കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. എന്തായാലും അരി പതുക്കെയൊക്കെ തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ സമയമായപ്പോഴേക്കും കടുങ്കാപ്പി എടുക്കാമെന്ന് ഓർത്തുകൊണ്ട് വെള്ളം അടുപ്പത്ത് വെച്ചു. അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോഴേക്കും പിന്നെ കടുങ്കാപ്പി എടുക്കുവാണേ. അപ്പോൾ എനിക്കും ചേട്ടനും കൂടി എടുത്തത് രണ്ടും രണ്ടളവാണ് കേട്ടോ. ചേട്ടന് കുറച്ച് കടുപ്പം കൂടുതൽ വേണം, എനിക്ക് കുറച്ച് കടുപ്പം കുറവും മതി. അപ്പോൾ ആ അളവിലെടുത്തത്. ഇനിയിപ്പം കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കുവാണേ. അപ്പോൾ അത് എടുക്കുവാണ് ഞാൻ. അതപ്പോൾ ഇരുന്ന് തിളയ്ക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കടുങ്കാപ്പി നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ചേട്ടൻ ആ സമയം കൊണ്ട് എണീറ്റൊക്കെ വന്നിട്ടുണ്ട്. ചേട്ടൻ മടിയനാട്ടോ, കുറച്ച് ലേറ്റായിട്ടൊക്കെ എണീക്കത്തുള്ളൂ. ഞാൻ കുറച്ച് നേരത്തെയും എണീക്കും. ഒരു അരമുക്കാൽ മണിക്കൂറിൻ്റെ വേരിയേഷൻ ഉണ്ട്. പിന്നെ ഇതേ കടുങ്കാപ്പിയൊക്കെ നന്നായിട്ട് ഇളക്കിയെടുത്തു. ഇനിയിപ്പോൾ കടുങ്കാപ്പി കുടിക്കുക. രാവിലെ നിങ്ങളെല്ലാവരും ഇങ്ങനെ കടുങ്കാപ്പിയൊക്കെ കുടിക്കാറുണ്ടോ? ഞങ്ങളിവിടെ സ്ഥിരം കുടിക്കും കേട്ടോ കടുങ്കാപ്പി കുടിച്ചില്ലെങ്കിലേ ഒരു സുഖമില്ല. അതുകൊണ്ട് കടുങ്കാപ്പി കുടിക്കും. അരി ഇട്ടതപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുക കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. ആ സമയമായപ്പോഴേക്കും കുടിക്കാൻ വെച്ചിരുന്ന വെള്ളവും നന്നായിട്ട് തിളച്ച് തുടങ്ങി. ജീരകമാണ് അതിനകത്തേക്ക് ഇട്ടത്, അതാണ് മഞ്ഞ കളറ്. അപ്പോൾ അതും മൂടി വെച്ചു. ഇനിയിപ്പോൾ ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങി മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ. ഒത്തിരി കരികിലൊന്നുമില്ല ഇവിടെ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിച്ച് തീരാം. അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് വന്നതിന് ശേഷം ബീൻസ് തോരൻ വയ്ക്കാമെന്ന് ഓർത്ത് കുറച്ച് ബീൻസും സവോളയും പച്ചമുളകും ഒക്കെ എടുത്തു. അപ്പോൾ അത് ശരിക്കും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അരിഞ്ഞെടുക്കുവാണേ. അപ്പോൾ ബീൻസും അരിഞ്ഞു, കുറച്ച് സവോളയും കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തു. അത് വേവിക്കാൻ വെച്ചു. ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ. ഞാൻ ഇഡ്ഡലിക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വയ്ക്കുവാണ്. ഇവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ നന്നായിട്ട് പൊങ്ങിയൊന്നും വരത്തില്ല കേട്ടോ. അല്ലെങ്കിലും ഞാൻ അരച്ച് വെച്ചാൽ പൊങ്ങി വരാറില്ല, അതെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ചൂടുള്ള സമയമാണെങ്കിൽ പോലും ഞാൻ അരച്ച് വെച്ചാൽ ഒത്തിരി അങ്ങ് പുളിച്ച് പൊങ്ങി വരത്തില്ല, ചെറിയതായിട്ടൊക്കെ വരത്തുള്ളൂ. അതിന് കാരണം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി പാത്രമൊക്കെ വെള്ളമൊക്കെ തിളച്ച് വന്നു. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ട് വെച്ചു, അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു തട്ടിൽ 4 ഇഡ്ഡലിയും ഒരു തട്ടിൽ 5 ഇഡ്ഡലിയും, അങ്ങനെ ടോട്ടൽ 9 ഇഡ്ഡലി കിട്ടുന്ന ഇഡ്ഡലി പാത്രമാണ്. അപ്പോൾ ഇഡ്ഡലിക്ക് കറിയായിട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് കേട്ടോ ഓർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചേട്ടൻ ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ കുറച്ച് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതപ്പോൾ മീൻ കറി വെച്ചു. പിന്നെ ഒരു ചാറ് കറിയും കൂടെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയില്ല, പകരം ചട്നിയാണ് ഉണ്ടാക്കുന്നത്. തോരൻ അപ്പോഴത്തേക്ക് റെഡിയായി വന്നു. ഇനിയിപ്പോൾ നമുക്ക് ചമ്മന്തി അരയ്ക്കാനുള്ള എല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് തേങ്ങയും ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ ഇങ്ങനെയാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. ചില സമയത്ത് പച്ചമുളക് ഇട്ട് ഉണ്ടാക്കാറുണ്ട്, ചില സമയത്ത് മുളക് പൊടി ഇട്ടും ഉണ്ടാക്കും. ഇനിയിപ്പോൾ ഇത് കടുക് പൊട്ടിച്ചെടുക്കാം. നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? ഞാനിങ്ങനെ കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് അരച്ച് വെച്ചത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ക്യാമറയും പിടിച്ച് ഒഴിച്ചത് കൊണ്ട് കുറച്ച് ഭാഗം പുറത്തേക്കും പോയിട്ടോ. ഇത് ഇഡ്ഡലി അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ പുളിച്ചൊത്തിരി വന്നില്ലെങ്കിലും ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി കഴിയുമ്പം അത് സെറ്റായിട്ട് വരാറുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ വരാറുണ്ട്. അപ്പോൾ അതേ ചമ്മന്തിയും റെഡിയായി, ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി സെറ്റായി എണ്ണ കഴിക്കാനായിട്ട് എടുത്തു വെച്ചു. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇന്നലെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന്, അതുകൊണ്ട് മീൻ കറിയും വെച്ചതും വറുത്തതും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ വലിയ പണിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ചോറ് ഞാൻ എടുക്കുവാണ്. ചേട്ടൻ ഒത്തിരി ചോറ് ഉച്ചയ്ക്ക് അങ്ങനെ കഴിക്കാറില്ല, ചെറിയൊരു ചുറ്റുപാത്രമാണ്. അപ്പോൾ അതിലേക്ക് ചോറെടുത്തു. ഇനിയിപ്പോൾ തോരനും മീൻ വറുത്തതും കറിയും കൂടി എടുക്കണം. മീൻകറിയൊക്കെ ഓഫീസിൽ കൊണ്ടുപോകും കേട്ടോ.
അങ്ങനെ ചേട്ടന് കൊണ്ടുപോകാനുള്ള ചോറും കറികളും എല്ലാം എടുത്തു വെച്ചു. കുടിക്കാനുള്ള വെള്ളവും എടുത്തു കേട്ടോ. അങ്ങനത്തെ ചേട്ടൻ പിന്നെ ഓഫീസിൽ പോയി. കാപ്പി കുടിച്ചിട്ടാണേ പോകുന്നത്. ഇഡ്ഡലിയും ചമ്മന്തിയും ചായയൊക്കെ കുടിച്ചായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ കാപ്പി കുടിക്കട്ടെ. ചേട്ടൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാറില്ല, അന്നേരം തിരക്കാണേ. അതുകൊണ്ട് ചേട്ടൻ പോയി കഴിഞ്ഞ് സമാധാനമായിട്ടിരുന്നാണ് ഞാൻ കഴിക്കാറുള്ളൂ. അപ്പോൾ അത് ഇഡ്ഡലിയും ചമ്മന്തിയും ഒക്കെ എടുത്തു. ഇനി ഞാൻ കാപ്പി കുടിക്കാം. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഞാൻ നേരത്തെ ഇട്ട ഡ്രസ്സല്ലല്ലോ ഇപ്പോൾ ഇട്ടേക്കുന്നത്, ഇപ്പോൾ വേറെ ഡ്രസ്സാണല്ലോ എന്ന്. ചമ്മന്തി അരച്ചപ്പോൾ ചെറിയൊരു പണി കിട്ടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആണ് ഡ്രസ്സ് മാറിയത്. അതുകൊണ്ട് ചമ്മന്തിയും കുളമായിട്ടോ. സത്യം പറഞ്ഞാൽ ചമ്മന്തിയും ചെറിയ രീതിയിലൊന്ന് കുളമായിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതെങ്കിൽ വൈകുന്നേരം ഞങ്ങൾ ദോശ ഉണ്ടാക്കും കേട്ടോ. 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാനും ചേട്ടനും ഒരു കാപ്പി കൂടിയുണ്ട്. അന്നേരം ചായയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി എന്താണോ അതും കഴിക്കും. അങ്ങനെയാണേ. ഇന്ന് നിങ്ങളുടെ അങ്ങോട്ടൊക്കെ മഴയുണ്ടോ? ഇവിടെ ഇന്ന് ഇച്ചിരി തോർച്ചയായിരുന്നു, ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു. ചക്കയൊക്കെ തീർന്നോ നിങ്ങളുടെ അങ്ങോട്ട്? ഇവിടെ ഇപ്പം ചക്കയൊക്കെ ഉണ്ട്. ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ട്. ഹൈ റേഞ്ചിൽ ഓണം സമയം വരെയൊക്കെ ചക്ക കിട്ടാറുണ്ട്. നമുക്കിവിടെ ഹൗസ് ഓണറൊക്കെ തരാറുണ്ട് കേട്ടോ ചക്ക. പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരും. നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നതെങ്കിലും ചക്കയൊക്കെ അതുകൊണ്ട് കിട്ടാറുണ്ട്. ഇത് കണ്ടോ മുരിങ്ങ നിൽക്കുന്നത്? കർക്കിടക മാസത്തിൽ മുരിങ്ങയില കറി വെച്ചാൽ കൊള്ളത്തില്ല എന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണോ എന്നറിയത്തില്ല. എന്തായാലും കർക്കിടക മാസത്തിൽ ഞാൻ അതുകൊണ്ട് മുരിങ്ങയില തോരനും കറിയും ഒന്നും വെക്കാറില്ല കേട്ടോ. നിങ്ങൾ വെക്കാറുണ്ടോ? ഇത് കണ്ടോ, പിന്നെ നമ്മൾ തോരൻ വെക്കുന്ന ചേമ്പാണ് നിൽക്കുന്നത്. മഴയൊക്കെ പെയ്തപ്പോഴേക്കും ഒത്തിരി ഉണ്ടായി വന്നു. ഞങ്ങളും എടുക്കാറുണ്ട്, ഹൗസ് ഓണറും ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അതിനകത്തൊരാളിരിക്കുന്നത് കണ്ടത്. നിങ്ങൾ കണ്ടോ? ഒരു പുഴു ഇരിക്കുന്നത് കണ്ടോ? ഒരു പച്ചപ്പുഴു. ഞാൻ പിന്നെ അതിനെടുത്ത് കളയാൻ നിന്നില്ല കേട്ടോ. അതിനെ കളയണം ഇനി, അല്ലെങ്കിൽ അത് മൊത്തം തിന്ന് തീർക്കത്തില്ലേ. എന്തായാലും വലിയൊരു പുഴു തന്നെയാണ് അത്. പച്ച കളറിലുള്ള പുഴുവായിരുന്നു കേട്ടോ. മഴക്കാറൊക്കെ ചെറുതായിട്ട് വീണ്ടും തുടങ്ങി. വെയിലൊക്കെ അങ്ങ് മാറിയാട്ടോ വരുന്നത്. എന്തായാലും മഴ പെയ്യുമെന്ന് നോക്കാം. ഇന്നലെ ഇവിടെ റെഡ് അലർട്ടായിരുന്നു ഇടുക്കിയിൽ. പക്ഷെ കാര്യമായിട്ട് മഴയൊന്നും പെയ്തില്ല, ചെറിയ തൂളുമഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. പുതിയൊരു ട്രാവൽ വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.